ഏവർക്കും നമസ്കാരം. വളരെ തിരക്കേറിയ ആലപ്പുഴ നഗരത്തിൻ്റെ നടുവിൽ പോലും നിങ്ങൾ നോക്കി നിന്ന് പോകുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം. നിങ്ങളെ നോക്കി നിർത്തുന്ന തരത്തിലുള്ള അതിമനോഹരമായ കൊത്തുപണികളും ശില്പങ്ങളും അടങ്ങിയ ഒരു വലിയ ക്ഷേത്ര സമുച്ചയമാണ് കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം. തിരക്കുകൾക്കിടയിൽ പോലും എങ്ങനെ ദൈവികത പ്രകടിപ്പിക്കുന്നു എന്നതിൻ്റെ അത്ഭുതകരമായ ഉദാഹരണമാണ് ഈ ക്ഷേത്രം. ആലപ്പുഴയുടെ നടുവിൽ പ്രദേശത്തെ ആയിരക്കണക്കിന് ഭക്തർക്ക് സാന്ത്വനമേകുന്ന അത്തരമൊരു ക്ഷേത്രമുണ്ട്, ശ്രീ കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം. അതിശയകരമായ വാസ്തുവിദ്യാ മഹത്വമുള്ള ഒരു പുരാതന ക്ഷേത്രം. കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ പ്രധാന ദേവതയായി ശ്രീ ഭുവനേശ്വരി ദേവിയുണ്ട്. ധാരാളം ആളുകൾ ഇവിടെ ആരാധന നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് അവരുടെ വിഷമങ്ങളിൽ നിന്ന് മോചനം നേടാനും മാനസികമായ സംതൃപ്തിക്കും വേണ്ടിയാണ്. തിരുവനന്തപുരത്തെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോലെ തന്നെ ഈ ക്ഷേത്രങ്ങളിലും ഒരു വലിയ രാജഗോപുരം അല്ലെങ്കിൽ കമാനം മുന്നിൽ തന്നെയുണ്ട്. ഭദ്രകാളി, ശ്രീ ഗണപതി, ശ്രീ ശാസ്താവ്, ശ്രീ മുരുകൻ, ശ്രീകൃഷ്ണൻ, ശ്രീ ശിവൻ, നവഗ്രഹങ്ങൾ, കൊടുങ്കാളി, ഭൈരവൻ, രക്ഷസ്, നാഗർ എന്നിവരും ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായിട്ടുണ്ട്. ക്ഷേത്ര ചുവരുകൾ അതിമനോഹരമായ ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ഇത് ഒരു ദൃശ്യഭംഗി നൽകുന്നു. അതിമനോഹരമായ ശില്പങ്ങളാണ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥകൾ ശില്പരൂപത്തിൽ ഇവിടെ കോർത്തിണക്കി നിരനിരയായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ക്ഷേത്രത്തിനുള്ളിൽ സങ്കീർണമായ കൊത്തുപണികളും പൂർണ്ണതയുള്ള നിരവധി പ്രതിമകളുണ്ട്. ക്ഷേത്രത്തിലെ ദേവിയെ ഭക്തരുടെ ദാസി എന്ന അർത്ഥം വരുന്ന രക്തദാസി എന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ കലാ വാസ്തുവിദ്യയും ദൈവികതയും ആലപ്പുഴയിൽ തീർച്ചയായും നിങ്ങൾ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് SNDP അമ്പലപ്പുഴ ശാഖാ നേതൃത്വത്തിലുള്ളതാണ്. ഇതിൻ്റെ ഭരണ ചുമതലയും മറ്റു കാര്യങ്ങളും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെയും പുതിയ പഞ്ചലോക വിഗ്രഹം ഇപ്പോൾ പുതുതായി സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടെ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് ആയിട്ട് അതിപുരാതനമായ ഒരു വലിയ മരവും അവിടെ സർപ്പത്താന്മാരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ക്ഷേത്ര ഉത്സവ സമയമായതുകൊണ്ട് ആറാട്ടിനുള്ള ആനയെ കുളിപ്പിക്കുകയും മറ്റ് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിലെ വടക്ക് ഭാഗത്ത് നിരവധി ഉപദേവതകളുടെ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും എല്ലാം തന്നെ ധാരാളം ശില്പകലകൾ നിങ്ങൾക്ക് ദർശിക്കാനാവും. ഏറെ സമയം ചിലവഴിച്ച് തന്നെ ഐതിഹ്യങ്ങളുടെ കഥകൾ നിങ്ങൾക്കതിലൂടെ വായിച്ചെടുക്കാനും കഴിയും. ശ്രീ ഭുവനേശ്വരി ദേവി ഇവിടെ വിഗ്രഹവും അതും മഹത്തരം തന്നെയാണ്. നിത്യപൂജകളും മറ്റ് ക്ഷേത്ര ഉത്സവങ്ങളും വഴിപാടുകളും എല്ലാം തന്നെ ഇവിടെ നിന്ന് നടന്നു പോകുന്നു. ക്ഷേത്രത്തിൻ്റെ അകഭാഗത്ത് തന്നെ 3-4 ഓഡിറ്റോറിയങ്ങൾ തന്നെ നിലവിലുണ്ട്. പടിഞ്ഞാറും കിഴക്കും വടക്കുമൊക്കെ ആയിട്ട് 3 ഭാഗത്തും നിലവിൽ ഓഡിറ്റോറിയങ്ങളുമുണ്ട്. അവിടെ കലാപരിപാടികളും ഒക്കെ നടക്കുന്നു. ക്ഷേത്രത്തിൻ്റെ 8 ദിവസത്തേക്കുള്ള ഉത്സവത്തിൻ്റെ കൊടിയേറ്റ് ഡിസംബർ 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. വിവിധ കലാപരിപാടികളോടുകൂടി 8 ദിവസം കഴിഞ്ഞ് ക്ഷേത്ര ഉത്സവം സമാപിക്കുന്നു. മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ കമനീയമായ ഗോപുരം പോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെയും മുന്നിലുള്ള അതിമനോഹരമായ ഒരു ഗോപുരം. ആലപ്പുഴ നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് ശ്രീ കിടങ്ങാമ്പറമ്പ് ഭുവനേശ്വരി ക്ഷേത്രം. ശക്തമായ ദേവി ചൈതന്യം കുടികൊള്ളുന്ന കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ തീർച്ചയായും എത്തിച്ചേർന്ന് ദർശനം നടത്തേണ്ടതാണ്. ആലപ്പുഴ ജില്ലാ കോടതിയുടെ ഇടതുഭാഗത്ത് തന്നെയാണ് ഈ വലിയ ക്ഷേത്രം. അതിമനോഹരമായ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ നിന്നുകൊണ്ട് നന്ദിയും കടപ്പാടും അമ്മയെ അറിയിക്കുന്നു.